എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്റ്റാർ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റാർ ചാറ്റിൽ അതിഥിയായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് കേരള ദേവശില്പി എന്നറിയപ്പെടുന്ന ശ്രീ കാനായി കുഞ്ഞിരാമനാണ്. സാർ നമസ്കാരം. സാർ, ആദ്യത്തെ ചോദ്യം തന്നെ സാറിൻ്റെ ഒരു ശില്പകലയെക്കുറിച്ച് തന്നെയാണ്. ഒരു ശില്പിയാകാം, എൻ്റെ ഒരു പ്രൊഫഷൻ ഇതിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിലേക്കുള്ള വരവ് അതെങ്ങനെയായിരുന്നു? അത് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പെയിൻറ്റിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പെയിൻറ്റിങ് ചെയ്യായിരുന്നു. ഞാൻ വലിയൊരു കൃഷിക്കാരൻ്റെ മകനാണ്. അതിൽ വലിയ പ്രഭുവാണ് അവിടെ. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഞാൻ പാടത്ത് പോയിട്ട് ജോലിക്കാരുടെ കൂടെ പണി ചെയ്യണം. ഒരു 9 മണിക്ക് മുമ്പേ വരും. വീട്ടിൽ ചായയും ദോശയൊക്കെ തിന്ന് എന്നിട്ട് സ്കൂളിൽ പോകും. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഈ ഞാറ് വിരിക്കുന്ന സ്ത്രീകളൊക്കെ ഒരുപാടുണ്ട്. അവരാരും ബ്ലൗസ് ഇടില്ല പഴയ കാലത്ത്. അപ്പോൾ ഒരു ദിവസം ഇതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ നിന്നപ്പോൾ കുറേ ചടി എടുത്തിട്ട് വരമ്പത്ത് വെച്ചിങ്ങനെ രൂപം ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കി 2-3 ബ്രസ്റ്റാണ് സ്ത്രീകളെ. പിന്നെ ആന ഇതൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരും വന്ന് കണ്ടു. വലിയ അത്ഭുതത്തിൽ രാമ എന്നെ വിളിക്കുക. രാമ എന്തെന്നിത്? അപ്പോൾ ഇതെന്തെന്ന് ചോദിച്ചു ഞാൻ. ബ്രസ്സാണ്. ഇത് നിൻ്റെതല്ല, ഈ ബ്രസ്സ് നിൻ്റെതല്ല എന്ന് പറഞ്ഞാൽ. പിന്നെ അത് അവരുടെ പേര് മറന്നവിടെ കോഴിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. കോഴിശ്ശേരി ഊട്ടച്ചിരിയോട്ട് ചുരി. അപ്പോൾ ഒരാൾ പറഞ്ഞു എന്താ ചെയ്യാത്ത പിന്നെ ചെയ്യാമല്ലോ. തമാശയ്ക്ക് രസമാണ്. എനിക്കങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ഇഷ്ടം. അങ്ങനെയാണ് ആദ്യമായിട്ട് ശില്പം തുടങ്ങുന്നത് പാടത്ത് വെച്ച്. പിന്നെ അതിൻ്റെ ആസ്വാദകന്മാരല്ല അവിടുത്തെ തൊഴിലാളികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, നാട്ടിൻപുറത്തെ പാവം. ആ പാരമ്പര്യത്തിനാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ വന്നത്. ഇപ്പോഴും ചെയ്തത് പാവങ്ങൾക്ക്, സാധാരണ ആൾക്കാർക്ക് വേണ്ടി എൻ്റെ ശില്പം കാണാൻ. വലിയവന് വേണ്ടി ഞാൻ ചെയ്യാറില്ല. പബ്ലിക് ആർട്ട് എന്നാണ് അതിൻ്റെ പേര്. ആർട്ട് ഫോർ ദി പബ്ലിക്, നോട്ട് ഫോർ ദി പ്രൈവറ്റ്. അപ്പോൾ സാർ പറഞ്ഞു സാർ ഒരു പ്രഭു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വീട്ടിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇങ്ങനെ ഒരു ശില്പകലയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? അച്ഛന് കല എന്ന് പറഞ്ഞാൽ അച്ഛൻ അടിച്ച് ശരിയാക്കും. അത് അച്ഛൻ്റെ സ്വഭാവമാണ്. പഴയ ആൾക്കാർക്കല്ലേ കലാകാരൻ എന്ന് പറഞ്ഞാൽ താടി, മീശ, മുടിയൊക്കെ കെട്ടി കള്ളും കുടിച്ച് നടക്കും. കണ്ട ഒരു നോർമൽ അല്ലാന്ന് തോന്നിപ്പോ. അന്നേ ഉണ്ടല്ലേ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ചിന്ത? അന്നേ ഉണ്ട്. വന്നുണ്ട്. അപ്പോൾ ഞാനതിനെതിരാണ്. കലാകാരൻ എന്ന് പറഞ്ഞാൽ വർക്കിലാണ് കലാകാരൻ, ജീവിതത്തിൽ രൂപത്തിലായിക്കൂടാതെ, തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ എല്ലാവരും കലാകാരന്മാർ, അച്ഛനും ഭയങ്കര വെറുപ്പാണ് കലാകാരന്മാരാണ്. അവരെ വീട്ടിൽ കയറ്റാൻ കൊണ്ടുപോകാറ്. ശരിയാണ്, സമ്മതിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കല പഠിച്ചേ പറ്റുന്നുള്ളൂ, ആ പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതെ വരക്കും. പിന്നെ ഇടയ്ക്ക് ചുമരിൽ വരക്കും. നല്ല രസമാണ്, വലിയ ചുമര് കരിക്കെട്ട് കിട്ടിയ സുന്ദരമായിട്ട് വരക. വരച്ചിട്ട് ഞാൻ മായ്ച്ചയിടും. ഒരു തവണ മായ്ച്ചയിടാൻ പറ്റിയില്ല. അച്ഛൻ അതിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങോട്ട് പോയി കാണാതെ ഇരിക്കുന്നു വെച്ചിട്ട് അച്ഛൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, എടാ രാമൻ ചക്കന, എന്നെ രാമൻ ചക്കന പറയാം, നാട്ടുമ്പുറത്തെ ഭാഷ. അതിനോടിയാണ് എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇതാരുടെ ഇത് പറ. ഞാൻ തന്നെ. ഒത്തിരി അടി. എന്തിനാണ് ചുമര് കരയാക്കിയത്? അമ്മ കെട്ടിച്ച് കരച്ചിലിട്ട് അമ്മ പുറത്ത് വന്നു. എന്തെങ്കിലും കണ്ടില്ല ഇവൻ ചുമര് മുഴുവൻ കരയാക്കിയത്. അപ്പം അമ്മ പറയുന്നറിയോ, അത് ഓൻ്റെ കലയല്ലേ. അച്ഛനത് മനസ്സിലായില്ലേ, ഓൻ്റെ കലയല്ലേ ഇത്. അച്ഛന് കല പറഞ്ഞാൽ ചുമര് വൃത്തിയാടാക്കി. അമ്മയുടെ കല പറഞ്ഞാൽ ചുമര് ഭംഗിയാക്കി ഒരു രൂപം വരച്ചിട്ട്. യാതൊരു വിവരമില്ലാത്തൊരമ്മ, പഠിച്ചിരുന്നു വന്നാലേ പോരാ. ഇദ്ദേഹം വലിയ ആൾ. ഈ കലയെ വ്യാഖ്യാനം നിങ്ങൾ പറ. അമ്മക്കറിയാം എൻ്റെ കലയാണ്, അച്ഛന് പറയാം കലയാണ്. ചുമരി ചീത്തയാക്കുന്ന കല. അപ്പോൾ കല എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. കലയാവാം, മാർക്ക്, മറ്റേ സൃഷ്ടിയാവാം. അപ്പോൾ സാർ പിന്നീട് സാർ ഒരു ശില്പിയായി മാറുന്നു. ഇപ്പോൾ ഒരു ശില്പം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജുകളിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ സാർ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാനിപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഡ്രോയിങ് ചെയ്യും, നോക്കിയിട്ട് മോഡൽ ഉണ്ടാക്കും, അതൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഒന്നുമില്ല ചെയ്യില്ല.
ഇല്ല, നേരിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഈ പല കോൺസെപ്റ്റുകൾ സാറ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തിരിക്കുന്ന പല കോൺസെപ്റ്റുകളും അന്ന് സമൂഹം ഒരുപാട് എതിർത്തുവെങ്കിലും ഇന്ന് കേരളത്തിന്റെ അഭിമാനമൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന പല കലാരൂപങ്ങളും ഉണ്ട്. ഈ കോൺസെപ്റ്റുകൾ സാർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? കോൺസെപ്റ്റുകൾ ഞാൻ തന്നെ ഉണ്ടാക്കലാണ്. അതായത് ഇപ്പോൾ എന്നോട് കലാസൃഷ്ടി ചെയ്യാൻ പറയുന്ന ആൾ ഇന്നത് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ല. എനിക്കറിയാം ഇവിടെ എന്താ വേണ്ടത്. അങ്ങനെയുള്ള വർക്കേ ഞാൻ ചെയ്യാറുള്ളൂ. അതെ. സാറിന് പല സൃഷ്ടികൾ ഇപ്പം ഒരു സ്ത്രീപക്ഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ സാഗരകന്യകയാണെങ്കിലും അമ്മയും കുഞ്ഞും ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും സ്ത്രീ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സാർ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാർ മനഃപൂർവ്വം അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ? അല്ലല്ല, സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്. അത് തമിഴ്നാട്ടിൽ അവർ ചെറിയ കുട്ടികളെ തന്നെ അമ്മ എന്നാണ് പറയാം. അമ്മ ഇങ്കവാമ്മ എന്ന് പറയും. അപ്പോൾ അമ്മ എന്നുള്ളത് സ്ത്രീക്കുള്ളൊരു പേരാണ്. പ്രസവിച്ചാലില്ലെങ്കിൽ അമ്മയാണ്. ഞാൻ ആരാധിക്കുന്നത് അമ്മയാണ് ദേവിയായിട്ട്. അമ്മ ദേവി. എൻ്റെ അമ്മ മാത്രമല്ല ദേവി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രസവിച്ചൊരമ്മയുണ്ട്. ഇൻഫിനിറ്റി, അത്ഭുതം മുഴുവൻ. ഏതമ്മയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ അമ്മയുടെ സന്താനങ്ങളാണ് സൂര്യൻ, നക്ഷത്രങ്ങൾ, എല്ലാം ഗ്രഹങ്ങളെല്ലാം. ആ അമ്മയാണ് ഞാൻ ആരാധിക്കുന്നത്. സാർ ആദ്യകാലങ്ങളിൽ പല ശില്പങ്ങളും ചെയ്തു തുടങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നേരിട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങളെയൊക്കെ സാർ എങ്ങനെയാണ് സ്വീകരിച്ചത്? അല്ല, അതെനിക്കറിയാം. കാരണം കലാബോധമില്ലാത്ത ഒരു ജനമാണ് ഇവിടെ. കലാബോധം അവർക്ക് ശില്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ശില്പം അവർ ആസ്വദിക്കും. രാജാവിൻ്റെ വ്യക്തിയുടെ സ്റ്റാച്യൂസ് ഉണ്ടല്ലോ, അത് ആസ്വദിക്കും. മറ്റിങ്ങനെ ഒരു ശില്പമൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ അത് ആ സ്ഥലം മുഴുവൻ കളഞ്ഞു, അതിൻ്റെ മുമ്പിൽ വൃത്തികേടാക്കി. ആ ഒരു സങ്കല്പം അത് പഴയ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈയിടെ ഈ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചതിന് ശേഷം ഇങ്ങനെ ഇത്രയും മോശമായത്. അതിനു മുമ്പേ നമുക്ക് കല വലിയ സൃഷ്ടിയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കലയുണ്ട്, നാട്ടിൻപുറത്ത്. ഇതൊക്കെ സാധാരണമാണ്. അപ്പം അത് വീണ്ടെടുക്കാനാണ് ഞാൻ ചെയ്യുന്നത്. കല ജനങ്ങളുടെ കലയായിട്ട് മാറണം. സാർ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സമയമൊക്കെ സാർ ഓർക്കുന്നുണ്ടോ? ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് ഒക്കെ സാറിൻ്റെ കലയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. എനിക്ക് ഗാന്ധിജിയെ പറ്റി ഭയങ്കരമായിട്ട് വിവരം കിട്ടുള്ളൂ. പേപ്പറിലൊക്കെ ഇങ്ങനെ ഒരു മഹാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗാന്ധിയുടെ ഒരു ആരാധകനും ഒരു ശിഷ്യനെ പോലെയാണ് ഞാൻ വളർന്നത്. ഇപ്പോഴും ഞാൻ ഗാന്ധിജിയെ ബഹുമാനിക്കുന്നു. ഇതുപോലത്തെ ഒരു മനുഷ്യൻ ലോകത്ത് കാണില്ല. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നെല്ലാം വിട്ട് സൗത്ത് ആഫ്രിക്ക പോയിട്ട് അവസാനം അടികൊണ്ട് പല്ലെല്ലാം പൊരിച്ച് കളഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ വന്നപ്പോൾ അയാൾ സാധാരണ നാട്ടുകാരെ വേഷമിട്ടിട്ടാണത്, മുണ്ടും ഇതൊക്കെ. മറ്റേത് അങ്ങനെയല്ല, കോട്ടൺ തയ്യെല്ലാം ഇട്ട് നടന്ന മനുഷ്യൻ നാട്ടിൽ വന്നിട്ട് ഒരു തനി നാട്ടുകാരനായിട്ടാണ് അദ്ദേഹം ഈ വിപ്ലവം ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിപ്ലവവും അർത്ഥവും നല്ല രസമാണ്. നിശബ്ദമായ വിപ്ലവമാണ്, അല്ലാതെ മറ്റേ വിപ്ലവമല്ല. ഉണ്ടാക്കിയാണ് നിശബ്ദ വിപ്ലവം. അത് വലിയ അത്ഭുതം തന്നെയാണ്. അദ്ദേഹം സ്വന്തം ശരീരം കൊണ്ടും ആത്മാവിനെ കൊണ്ടാണ് ഇത് ചെയ്തത്. അടി കിട്ടിയിട്ടുണ്ട്, ജയിലിൽ എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കിട്ടാവുന്ന ലേഖനങ്ങൾ മുഴുവൻ വായിക്കാറുണ്ട്. അതിൽ ഇപ്പം നമ്മൾ ശ്രദ്ധപ്പെടുന്നൊരു കാര്യം എന്താ പറയുക, ഐൻസ്റ്റീൻ, ലോകങ്ങളുടെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു മഹാത്മജി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാതെ, ബ്ലഡും ഇല്ലത് ഇങ്ങനെ ഒരു ആളുണ്ടായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അത്ര അത്ഭുതമായിരുന്നു. അവർക്കെല്ലാം ഗാന്ധിജിയെ ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനത്തെ ഒരു ഇന്ത്യക്കാർക്ക് പുച്ഛമാണ്. അതുപോലെ തന്നെ സാർ ഇപ്പോൾ ഒരുപാട് ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ സാർ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത, അല്ലെങ്കിൽ ഇത് ചെയ്ത് പൂർത്തിയാക്കണം, ഇത് ഒരു വലിയൊരു ഇതാവണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത ഏതെങ്കിലും ഒരു ശില്പമുണ്ടോ? അങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ടതാണ്. ഒന്നും പറയാം. അമ്മയോട് ചോദിച്ചാൽ ഏത് മോനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? പാടായിരിക്കും. അതുപോലെ എല്ലാം മക്കളെ പോലെ തന്നെ കാണുന്നത്. ഏകദേശം ഒരു ശില്പം സാർ മനസ്സിൽ കണ്ടു, അത് കോൺസെപ്റ്റ് ആക്കി, അത് കംപ്ലീറ്റ് ആകാൻ ഏകദേശം സാർ എത്ര സമയം എടുക്കുമായിരിക്കും? ആ ഒരു പ്രൊസീജിയർ സാറിന് എത്ര സമയം? കാരണം ശില്പം ചെയ്യാൻ എത്ര സമയം വേണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തുടങ്ങി ചിലപ്പോൾ പൊളിച്ചു കളയേണ്ടി വരും. പിന്നെ നന്നാകുന്നത് എൻ്റെ സംതൃപ്തി അതുമായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ കാണുന്നൊരു ദർശനമുണ്ട്, അത് ശില്പത്തിൽ വരണം. ചിലപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ പൊളിച്ചു കളയും. അതാർക്കും മനസ്സിലാവില്ല, ഒരു കലാകാരനെ അത് മനസ്സിലാവും. എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ശക്തിയുണ്ട്, അതതിൽ വരണം. അത് അത്ഭുതമാണ്. കാരണം സീരിയസ് ആയിട്ട് ഇപ്പോൾ മൈക്കലാഞ്ചലോട് ചോദിച്ചാൽ പറയും, ഡാവിഞ്ചിയോട് ചോദിച്ചാൽ പറയും, അവരൊക്കെ അതിൽ ജീവിച്ച ആൾക്കാരാണ്, പൈസക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ യൂറോപ്പിലും
അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ആ കാര്യം നോക്കുമ്പോൾ. ഇതൊരു അലങ്കാരമായിട്ടാണ് പലരും കാണുന്നത് ഇപ്പോഴും. ശില്പം ചിത്രം എന്ന് പറഞ്ഞാൽ അലങ്കരിക്കാൻ വേണ്ടി മാത്രം. അതല്ല, ഇത് നല്ല ശക്തിയിലൊരു മാധ്യമമാണ്, ഏറ്റവും ശക്തിയുള്ളൊരു കലയാണ്. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളാണ് സാർ ആർട്ടിലൂടെ. ഈ ആർട്ട് സാറിൻ്റെ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ എത്രത്തോളം വളർത്തിയിട്ടുണ്ട്? ഞാൻ മനുഷ്യൻ്റെ ശില്പങ്ങളാണ് മുഴുവൻ ചെയ്തത്. അമ്മേൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശ്രീ എന്ന് പറഞ്ഞാൽ. ശ്രീ ഇല്ലാതെ പ്രപഞ്ചമില്ല, പ്രകൃതിയില്ല. അപ്പോൾ എപ്പോൾ നോക്കുമ്പോൾ ശ്രീയിൽ കൂടിയിട്ടാണല്ല കാണുന്നത് എല്ലാവരും. കടപ്പുറത്ത് സാഗരകന്യക, അങ്ങനെ എല്ലാം യക്ഷി. കാരണം നമ്മളേറ്റവും നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതും പിന്നെ സ്നേഹിക്കുന്ന എല്ലാം അമ്മയാണ് കുട്ടിയെ. അപ്പോൾ ആ സങ്കല്പം മനസ്സിന് പോവില്ല. അതൊരു ഒബ്സർവേഷൻ പോലെയാണ്. സർ, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അപ്പം അവരോടൊക്കെ ഇപ്പം സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു ഇത്രയും നാളത്തെ കലാജീവിതത്തിലൂടെ സാറിന് അവരോട് എന്താണ് പറയാനുള്ളത്? കലാജീവിതം രണ്ടും രണ്ടാണ്. കലാകാരന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ താടി, മുടി, കുറച്ച് മദ്യപാനം, ഇതെല്ലാം ഉണ്ട്. അവരെ കണ്ടാൽ തന്നെ ഒരു കലാകാരൻ തോന്നിപ്പിക്കുന്നൊരു വേഷമാണ്. ഇത് ഭാഗ്യമായിട്ട് അങ്ങനെയുള്ള ഒരാളും സീരിയസ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ല. ഇതൊന്നുമില്ലാതെ ഒരു സന്യാസി, ഒരു യോഗിയെ പോലെ ജീവിക്കണം. അല്ല അലങ്കാര കാര്യമൊന്നും അല്ലാണ്ട് നമ്മളെ എനർജി മുഴുവൻ കലയിലേക്ക് കൊടുക്കണം, വേറെ കൊടുക്കരുത്. അത് മാത്രമല്ല, കലാകാരൻ എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു കർമ്മയോഗിയാണ്. പ്രസിക്കാനോ മറ്റേനും പോരുത് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളറിയാതെ തന്നെ അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സാർ, ഇപ്പോൾ അബ്സ്ട്രാക്റ്റ് ആർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ സാറ് ചെയ്യുന്ന കലകൾ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അത് സാറ് മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണോ? ആ ഒരു വ്യത്യാസം കലയിലേക്ക് സാറ് കൊണ്ടുവരുന്നത്? സാർ രണ്ടും പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം സാറ് അത് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണോ ആ ഒരു സ്റ്റൈൽ ഓഫ് എടുത്തിരിക്കുന്നത്? നമ്മുടെ ജനങ്ങളിൽ കലാബോധം വളരെ കുറവാണ് ഇന്നത്തെ പുതിയ കല. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആണ് ഞാൻ ശില്പകല ചെയ്തത്. അതേപോലെ പിന്നെ വേളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ മൊത്തം കുറേ ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 അബ്സ്ട്രാക്ട് ആർട്ടുണ്ട്. വലിയ ശില്പം ആൾക്കാർ പോയി ഇരുന്നിട്ട് വർത്തമാനം കളിക്കുന്നല്ലാതെ ശില്പമായിട്ട് കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. മറ്റതങ്ങനല്ല, തൊടില്ല, വലിയ ബഹുമാനം ഇതാണ്. അപ്പോൾ ഒരു കാലം ഈ കാലത്ത് നമ്മൾ അത് ചെയ്യണം. എന്തെങ്കിലും മോഡേൺ അബ്സ്ട്രാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അവരാരും ഒരു വലിയ വിഷമമുണ്ടത്. എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ അമ്മ മനസ്സിലാകാൻ ഈ ശില്പം ചെയ്യണമെങ്കിൽ അമ്മക്ക് മനസ്സിലാകുന്ന ഭാഷയിലേ ചെയ്യും. അതാണ് ഈ നാട്ടുകാർ അത്രയും പുരോഗമിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യും. സാറ് ഇവിടെ ഒരു പഠനം പൂർത്തിയാക്കി, ഡിപ്ലോമ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം സാർ ലണ്ടനിലേക്ക് ഹയർ സ്റ്റഡീസിനായിട്ട് പോയി. അങ്ങനെ ഒരു തീരുമാനം അതെന്തായിരുന്നു? ബോംബത്തെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഡിപ്ലോമയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടി 2 വർഷത്തേക്ക്. നല്ല എമൗണ്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഹിന്ദു പേപ്പറിലുണ്ടായിരുന്നു കോമൺവെൽത്ത് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നവർ ചെയ്യാൻ സമയമായിരുന്നത്. ഞാൻ വെറുതെ എഴുതിയിട്ടു. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അത് അത്ഭുതമാണ്. അപ്പോൾ ഡൽഹിയിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനെയും കൂട്ടി ഇൻ്റർവ്യൂവിന് പോയി. അവിടെ പോയിട്ട് പോകുമ്പോൾ പല എംബസിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാൻ. കനേഡിയൻ, ബ്രിട്ടീഷ് എല്ലാം, പിന്നെ ഇന്ത്യക്കാരനായി 2 പേരും. അപ്പോൾ ഞാൻ പോയപ്പോൾ ചോദിച്ചു, പേരെല്ലാം പറഞ്ഞ് ഇരുന്നിട്ട് പറഞ്ഞു. കുറേ ചോദ്യം ചോദിച്ചു. എല്ലായിട്ടും ഭംഗിയായിട്ട് ഉത്തരം കൊടുത്തു. കാരണം ചെറുപ്പം മുതലേ എനിക്ക് വായന വലിയ നിർബന്ധമാണ്, ഏത് വിഷയവും. അപ്പോൾ അന്നേ ഞാൻ ആർട്ടിനെ പറ്റിയും വെസ്റ്റേൺ ആർട്ടിനെ പറ്റിയും ധാരാളം വായിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം പറയാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫ്സ് വല്ല വർക്കിൻ്റെ ഫോട്ടോകളുണ്ട്. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിരുന്നു. അത് മുഴുവൻ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തന്നെ ശരി പോയിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇന്ത്യക്കാരന് ധനരാജ് ഭഗത്ത് വന്ന വലിയ ഫേമസ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ധനരാജ് ഭഗത്ത് വന്ന് കുഞ്ഞിരാമൻ ഞാൻ വന്നിട്ട് പോകാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ വന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നിരിക്കാവുന്നു. എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. അങ്ങനെ അറിയാതെ സംഭവിച്ചത്. ഞാനൊന്നും ചെയ്തില്ല.
ഇപ്പൊ സാറ് 2 കൾച്ചറിലും പഠിച്ച ഒരാളാണ്. അതെ. നമ്മുടെ കേരളം അതുപോലെ തന്നെ ലണ്ടൻ. ആ ഒരു കലയുടെ വ്യത്യാസം, 2 കൾച്ചറിലുമുള്ള വ്യത്യാസം എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? കൾച്ചറിലെ വ്യത്യാസം ഇതിന് വളരെ വ്യത്യാസമുണ്ട്. അതേസമയത്ത് നമ്മൾ പഴയ കൾച്ചർ കുറേ കൂടി ബന്ധമുണ്ട്. അപ്പോൾ അവർ പലതും നമ്മളെ ആഫ്രിക്കൻ ശില്പികളെത്തും ജപ്പാൻ ശില്പികൾ ഇന്ത്യൻ കലയിൽ നിന്നൊക്കെ പല മോഡേൺ ആർട്ടിസ്റ്റ്മാർ തുടക്കത്തിൽ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ഈ മോഡേൺ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലാണെങ്കിലും ഈ വെസ്റ്റേൺ ആർട്ടിൻ്റെ സ്വാധീനം നല്ലോണം ഉണ്ട്. കാരണം വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ശില്പം ചെയ്യുക. അപ്പോൾ ആഫ്രിക്കൻ ശില്പം കണ്ടപ്പോൾ പിക്കാസോനെ പോലെ തന്നെ അത്ഭുതപ്പെട്ടു. അപ്പോൾ അന്ന് അത് കണ്ടിട്ട് പറഞ്ഞു, ഇംഗ്ലണ്ടിൽ എവിടെയും ചെയ്യാത്ത പുതിയ സാധനം ഇത്, അവരവരെ ശൈലി ചെയ്താണ്, 2 കാലം കഴിയുമ്പോൾ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ സായിപ്പന്മാർക്ക് ഭയങ്കര ഇഷ്ടമായി, അത് കളക്ട് ചെയ്തു. അതേപോലെ ജപ്പാൻ ചിത്രകല വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന അധികമുണ്ട്, അതും അവർക്ക് വളരെ ഇഷ്ടമായി. ചൈനീസ് ജപ്പാനൊക്കെ അങ്ങനെ നമ്മൾ ഇന്ത്യൻ ശില്പവും ചിത്രനും കണ്ട് അപ്പോൾ കുറേ സ്വാധീനമുണ്ട്. അതാരും പറയുന്നുമില്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. ഇപ്പം ആർട്ട് പറഞ്ഞാൽ മോഡേൺ ആർട്ട് പറഞ്ഞാൽ വെസ്റ്റേൺ ആർട്ട്, മറ്റേ ഇതിൻ്റെ ഇതൊന്നും ആരും പറയുന്നില്ല. അതിന് പറയണമെങ്കിൽ ഇവിടെ നല്ല എഴുത്തുകാരാവശ്യമാണ്. ആവണം. നമ്മൾ എഴുത്തുകാർക്ക് മാത്രമേ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റൂ. അത് ആരുമില്ല. അതിലും എനിക്ക് ഭയങ്കര വിഷമമാണ്. സ്വന്തം നാട്ടിനെ പറ്റി വിവരമുണ്ട്, എഴുതുന്നില്ല പറഞ്ഞാൽ വല്ലാത്തതാണ്. അതുകൊണ്ട് വെസ്റ്റേൺ ആർട്ട് പറഞ്ഞാൽ ലോക ആർട്ടായിട്ട് എടുക്കണം, അല്ല പ്രത്യേക സ്ഥലത്തിൻ്റെ ആർട്ടല്ല. ഇവിടെ ഞാൻ ശില്പത്തിൽ ചെയ്യാത്ത പ്രധാന കാരണം ഞാൻ പറഞ്ഞേ, മനസ്സിലാക്കാൻ ആ ഭാഷ ഈ ഭാഷയിലാക്കിയാലും ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സാർ അതുപോലെ ഈ ആർട്ടിൻ്റെ അകത്ത് മിനിമലിസം എന്നുള്ളൊരു കൺസെപ്റ്റ്, മിനിമലിസം, അതിനെ സാർ എങ്ങനെ കാണുന്നത് ആർട്ടിൽ? മിനിമലിസം ഉണ്ട്. ഇപ്പോൾ പിന്നെ പല പ്രസ്ഥാനങ്ങൾ മിനിമലിസം അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും മിനിമലായിട്ട് ചെയ്യുക ഒരു വർക്ക്. ഇപ്പോൾ അവിടെ ഞാൻ തന്നെ ഇവിടെ വേളിയിൽ ചെയ്തിട്ടുണ്ട്, ഒരു ഷേപ്പ് മാത്രമാക്കിയിട്ട്. അത് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ അയച്ചത്. അത് മിനിമലിസം സായിപ്പിൽ കുറച്ച് കാലം ഉണ്ടായിട്ടത് അത്ര പോപ്പുലർ ട്രെൻഡൊന്നും നല്ലത്. മിനിമത്തിൽ മാക്സിമം ഉണ്ടാക്കുക. നമ്മൾ തന്നെ ഇതുപോലെ ചതുരം 3-4 ഇട്ടു, എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു അടയാളത്തിന് പകരുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാവും. സാധാരണ കണ്ടത് ഉപയോഗിക്കേണ്ട സാധനം തോന്നും. അങ്ങനെ ആർട്ട് ഒരുപാട് മാറി. അങ്ങനെ ട്രെൻഡുകളുണ്ട് ഒരുപാട്. ആ ട്രെൻഡൊന്നും എനിക്കിഷ്ടമല്ല. എന്താ പറയുക, നമ്മളെ ജാതി പോലെ അത് ഇംപ്രഷനിസം, പോയിൻറ്റിസം, ക്യൂബിസം, ഇങ്ങനെ കുറേ ഇസങ്ങളുണ്ട്. അതങ്ങനത്തെ ആവശ്യമില്ല കലയിൽ. അത് പിന്നെ ഉണ്ടാക്കുന്ന ഒരാളെ സ്വന്തം സത്യത്തെ ഞാനാണ്. ആക്ഷൻ പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് ഇസങ്ങളുണ്ട്. അങ്ങനെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എനിക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ നാട്ടുകാർക്കും വേണ്ടത് കല നമ്മൾ നാട്ടുകാരന് മനസ്സിലാവും, മറ്റാർക്കും മനസ്സിലാവില്ല. ചെയ്തു കൊടുക്കാന്നില്ല. ഒരു സായിപ്പ് വന്നാൽ മനസ്സിലാവില്ല. എനിക്കതേ സമയത്ത് മനസ്സിലാവും നാട്ടുകാരുടെ സ്വഭാവം, അവരെ കഴിവെല്ലാം. അപ്പം നമ്മൾ ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ഇതേപോലെ രാം കിങ് എന്ന് പറഞ്ഞ ശില്പി ഉണ്ടായത് ടാഗോറിൻ്റെ ശാന്തിനികേതത്തിൽ. അദ്ദേഹം ഇതേപോലെയായിരുന്നു, നാടുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. പിന്നെ മുക്കോല പെരുമാൾ എന്ന് പറഞ്ഞത് അത് അബ്സ്ട്രാക്റ്റ്, ആരും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അത് ഇനി കുറേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെൽഡിങ് ശില്പമാണ്. കുറേ വെൽഡിങ് ശില്പങ്ങൾ. അത് എന്താണ് സാർ, അതൊരു കോൺസെപ്റ്റ് ഒന്ന് പറയാമോ? അതായത് നമ്മളിപ്പോൾ ഇതേപോലത്തെ സാധനം ഉണ്ടാവും, ഒരു ഷേപ്പ് ഉണ്ടാക്കാം, വെൽഡ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് അതിൽ വെൽഡ് ചെയ്തിട്ടുണ്ടാക്കാം. അതെ. പിന്നെ ഒരുപാട് സാധ്യതയുണ്ട് വെൽഡിങ് ശില്പത്തിൽ. ടെക്സ്ചർ ഉണ്ടാക്കാം, ഇതുണ്ടാക്കാം, പലതും. അത് കാണുമ്പോൾ തന്നെ സോളിഡ് അല്ല തോന്നും. കമ്പി കൊണ്ടൊക്കെ ഉണ്ടാകും, ഒരുപാട് സാധ്യതകളാണ്. അത് നമ്മൾ ആരും നാട്ടുകാർ ചെയ്തിട്ടില്ല. സ്റ്റാർ ചാറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, കേരളത്തിൻ്റെ ദേവശില്പി. തൻ്റെ ശില്പങ്ങളിലൂടെയും തൻ്റെ കലയിലൂടെയും ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു കലാകാരൻ. ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കലയെ ചിലപ്പോൾ വിമർശനത്തോടെ നോക്കി കണ്ടവരൊക്കെ ഇന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ട്, കാനായി കുഞ്ഞിരാമൻ്റെ കലാരൂപമാണ് ഈ സാഗരകന്യകയും ശംഖും. അതുപോലെ തന്നെ പല കലകളെയും എടുത്ത് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറ്റിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ആയിരുന്നു, ഇത്രയും ഷെയറിംഗ് നടത്തിയതിന് സാറിന് നന്ദി.
You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.